ജലപ്രളയത്തിൽ ഏറെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ച് ഇന്ന് നമ്മോടൊപ്പം ഇവിടെ ആയിരിക്കുന്നു. ഈ സഹോദരിയിൽ മുമ്പും ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഈ സഹോദരിയെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സഹോദരി മുമ്പ് ഇവിടെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് സഹോദരി ഒന്ന് പരിചയപ്പെടാം. പിന്നെ സഹോദരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. സഹോദരി സംസാരിക്കില്ല, പക്ഷേ എല്ലാം പാട്ടിലൂടെയായിരിക്കും നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത്. അപ്പോൾ നമസ്കാരം സഹോദരി. എന്താണ് സഹോദരിയുടെ പേര്? അപ്പോൾ സഹോദരി നമുക്ക് പേര് ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിലും സഹോദരി വളരെയധികം പ്രത്യേകതയോടെയാണ് കഴിയുന്നത് എന്ന് അറിയാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. അപ്പോൾ സഹോദരിയുടെ സ്വന്തം നാട് എവിടെയാണ്? അപ്പോൾ സഹോദരിയുടെ ദേശം ഇവിടെയല്ല, പിന്നെ എവിടെയാണ് താങ്കളുടെ ദേശം? അപ്പോൾ ഇതുവരെ ഭവനമൊന്നും ആയിട്ടില്ല. ഈ എന്തൊക്കെയാണ് ഈ ശാശ്വത നാടിന്റെ പ്രത്യേകതകൾ? ഏറെ പ്രത്യേകതകളുള്ള നാടിന് വേണ്ടിയാണ് സഹോദരി കാത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അല്പം കുടുംബ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. താങ്കളുടെ ഭർത്താവിനെ പറ്റി എന്താണ് താങ്കൾക്ക് പറയുവാനുള്ളത്? നല്ലൊരു ഭർത്താവിനെ കിട്ടിയത് താങ്കൾക്ക് എന്തായാലും നല്ലൊരു അമ്മായിമ്മ കൂടിയായിരിക്കും കിട്ടിയിരിക്കുന്നത്, അല്ലേ? അപ്പോൾ താങ്കൾ പത്തു പോകാറുണ്ടോ? താങ്കളുടെ സഹോദരിയുടെ മക്കളോ? അപ്പൊ ഇതിനൊക്കെ മധ്യേ താങ്കൾക്ക് തുണയാവുന്നത് താങ്കളുടെ സുഹൃത്തുക്കളായിരിക്കും, അല്ലേ? അപ്പോൾ ജീവിതത്തിൽ കഷ്ടതയിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ താങ്കൾ അതൊക്കെ എങ്ങനെയാണ് ജീവിച്ചത്? ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഈ കഷ്ടതയുടെ നടുവിൽ താങ്കളെ സഹായിച്ച ദൈവത്തെ കുറിച്ച് ഒരല്പം കൂടി ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ, തന്റെ ദേഹമെന്ന തിരശീല ചിന്തിത്തവർ മോക്ഷമാക്കും തുറന്നു. ശരി, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് സഹോദരിയോട് സംസാരിച്ചപ്പോൾ നമ്മുടെ കടക്കനാട് IPC സഭയെ കുറിച്ച് നന്നായി അറിയാമെന്നാണ്
അവകാശമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള 2-3 പേരെ കുറിച്ച് എനിക്ക് ചോദിച്ചറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പാസ്റ്ററെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? വീരനായി പോരാടിടും കർത്തൻ വേല ചെയ്തിടും ജയഗീതം പാടി ഘോഷിക്കും. സഹോദരി ഇത്ര ചുരുക്കമായിട്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകണം? അല്പം കൂടി വിശദീകരിച്ച് പറയൂ. 1000 നാവുകളാൽ അത് വർണ്ണിപ്പതിലെഴുതോ. പാസ്റ്ററിനെ കുറിച്ച് വളരെ നല്ലൊരു അഭിപ്രായമാണ് സഹോദരിക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ PYPA സെക്രട്ടറിയെ കുറിച്ച് എന്താണ് സഹോദരിയുടെ അഭിപ്രായം? വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ, എണ്ണിത്തീർത്തിടാമോ അവൻ ചെയ്തത്. എല്ലാവരെ കുറിച്ചും വളരെ നല്ലൊരു അഭിപ്രായമാണ് സഹോദരിക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ പോകുന്നതിന് മുമ്പായി ഞങ്ങളുടെ ഈ സഭയോട് എന്താണ് സഹോദരിക്ക് പറയാനുള്ളത്? ഉന്നത